चुनावों के दौरान देखा जा रहा है कि हर एक नेता अपने गढ़ में जाकर तमाम विपक्षी पार्टियों पर निशाना साधता दिखा और ऐसे में यहाँ पर साफ तौर पर देखा जा रहा है कि बीजेपी नेता जो है वो कांग्रेस पर निशाना साध रहे हैं, तो वही कांग्रेस के उम्मीदवार भी बीजेपी को घेरा लेने से पीछे नहीं हट रहे। और ऐसे में राहुल गांधी कोलम में जहां पर प्रचार करते देखे गए, तो वहीं उन्होंने जनता के सामने प्रधानमंत्री नरेंद्र मोदी और बीजेपी को लेकर तमाम बातों का जिक्र किया, तमाम चीजें कही और वो यहाँ पर तमाम तरीके के मुद्दों को उठाते देखे। अब किस तरह से राहुल गांधी ने देश की जनता के सामने प्रधानमंत्री नरेंद्र मोदी और बीजेपी की पोल खोली, आप देखिए हमारे इस खास पेशकश में। I normally fight the election from Amethi in North India, but this time I chose to give a message to South India by fighting from Kerala. സാധാരണ ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നാണ്, പക്ഷേ ഈ പ്രാവശ്യം തെക്കേ ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിച്ച് ഈ രാജ്യത്തിനാകെ ഒരു സന്ദേശം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്. Because I wanted to give a message that India is not just one perspective. India is just not one idea. India is millions and millions of different viewpoints, different perspectives, and all of those are important to us. ഞാൻ ഈ രാജ്യത്ത് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്: ഭാരതം എന്ന് പറയുന്നത് കേവലം ഒരു കാഴ്ചപ്പാടല്ല, ഭാരതം എന്ന് പറയുന്നത് കേവലം ഒരു ആശയമല്ല, ഭാരതം ലക്ഷക്കണക്കിന് ആശയങ്ങളാണ്, ലക്ഷക്കണക്കിന് ചിന്തകളാണ്. ആ ഓരോ ചിന്തയും ഓരോ ആശയവും നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രധാനപ്പെട്ടതാണെന്ന സന്ദേശമാണ് ഈ രാജ്യത്തിന് എന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. Because currently our country is under attack by the BJP and the RSS. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം ബിജെപിയും ആർഎസ്എസും മൂലം ശക്തമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. They want to suppress all other voices other than their own. ബിജെപിയും ആർഎസ്എസും ഈ രാജ്യത്ത് അവരുടേതല്ലാത്ത മറ്റെല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്താനാണ് എന്നും ആഗ്രഹിക്കുന്നത്. They believe that only one idea should rule India. അവര് വിശ്വസിക്കുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരേ ഒരു ആശയം മാത്രമാണ് ഇന്ത്യയെ ഭരിക്കണമെന്നാണ് അവരെന്നും ആഗ്രഹിക്കുന്നത്. And we believe that the Indian people should rule India. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഭരിക്കണമെന്നാണ്. We do not believe that India should be run by one person, one idea. We believe that every single voice, every single person's voice must be heard in this country. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു വ്യക്തിയും ഒരാശയവുമാണ് ഈ രാജ്യത്തെ ഭരിക്കേണ്ടത്. മറിച്ച് ഈ ഭാരതത്തിലെ ഓരോ വ്യക്തിയുടെയും ചിന്തയും ഓരോ വ്യക്തിയുടെയും ശബ്ദവും ഓരോ വ്യക്തിയുടെയും ആശയവുമായിരിക്കണം ഈ രാജ്യത്തെ ഭരിക്കേണ്ടതെന്നും നയിക്കേണ്ടതെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. So the difference between the BJP, RSS and the Congress UDF is the following. അതുകൊണ്ട് ബിജെപി ആർഎസ്എസും കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നു. They say that if we do not agree with you, we do not believe in what you believe, we will crush you and destroy you. അവർ പറയുന്നത്, ബിജെപി ആർഎസ്എസ് പറയുന്നത്, ഞങ്ങളുടെ ചിന്താധാരയോട് ഞങ്ങളുടെ ആശയങ്ങളോട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തകർത്ത് കളയുമെന്നാണ്. As the Prime Minister said, Congress Mukt Bharat. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം, അതാണ് അവരുടെ ചിന്താഗതി. Meaning we will erase the idea of the Congress from India. അതായത് കോൺഗ്രസ് എന്ന ആശയത്തെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവരെ എതിർക്കുന്നവരെ മുഴുവൻ തുടച്ചു നിൽക്കുന്ന ഒരു ചിന്താധാര. And what the Congress says to Narendra Modi in return is, we do not agree with you. പക്ഷേ കോൺഗ്രസ് അതിന് മറുപടിയായി നരേന്ദ്രമോദിയോട് പറയുന്നത്, ഞങ്ങൾ താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നില്ല. We will fight you to convince you that you are wrong. ഞങ്ങൾ നിങ്ങളോട് പോരാടും, നിങ്ങളെ എതിരിടും, എന്നിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തും നിങ്ങൾ തെറ്റാണെന്ന്. We will beat you in the election. ഞങ്ങൾ നിങ്ങളെ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തും. But we will not use violence against you. പക്ഷേ ഒരിക്കലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ അക്രമം, നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്കെതിരെ ഞങ്ങൾ അക്രമം ഉപയോഗിക്കുകയില്ല. Even though we don't agree with you, we respect the idea that you should have a voice. നിങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല, നിങ്ങളുടെ ആശയങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം പ്രകടിപ്പിക്കാൻ, നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. And we will use love and non-violence to convince you that you are wrong.
നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം വയലൻസിന്റേതല്ല, സ്നേഹത്തിന്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. And no matter how many times you attack us and abuse us, harm us, beat us, you will always get a non-violent, loving response from the Congress party. അതുമാത്രമല്ല, നിങ്ങൾ എത്ര പ്രാവശ്യം ഞങ്ങളെ ആക്രമിച്ചാലും അധിക്ഷേപിച്ചാലും ഉപദ്രവിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് ആ രീതിയിലുള്ള മറുപടി കിട്ടില്ല. കോൺഗ്രസ് പാർട്ടി നിങ്ങളോട് പ്രതികരിക്കുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ മാത്രമായിരിക്കും. Because for us the voice of this country, the intelligence of this country, the beauty of this country is much bigger than any one ideology. കാരണം ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ശബ്ദം, ഈ രാജ്യത്തിന്റെ ചിന്താഗതി, ഈ രാജ്യത്തിന്റെ സൗന്ദര്യം ഇതാണ് ഏതൊരു ഒറ്റ ആശയത്തെക്കാളും ഏതൊരു പ്രത്യേക ആശയധാരയെക്കാളും ഞങ്ങൾക്ക് പ്രധാനം ഈ രാജ്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും ശബ്ദവുമാണ്. So we want every person in this country to feel that their voice matters, that their voice counts for something. ഞങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ രാജ്യത്തെ ഓരോ വ്യക്തിക്കും തോന്നണം ഞങ്ങളുടെ ശബ്ദം, ഞങ്ങളുടെ ചിന്ത ഈ രാജ്യത്ത് പ്രധാനപ്പെട്ടതാണെന്ന് ഓരോ വ്യക്തിയെയും തോന്നിപ്പിക്കണം എന്നതാണ് കോൺഗ്രസിന്റെ ആഗ്രഹം, ആശയം. And we want people to feel comfortable in this country, regardless of what religion they are, what community they come from, what language they speak. We want them to feel comfortable. We want them to be relaxed, and we want them to do their work, live their life how they please. ഈ രാജ്യത്തെ ഓരോ വ്യക്തിയും ഏത് ഭാഷ സംസാരിക്കുന്ന ആളായാലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഏത് സമൂഹത്തിൽപ്പെട്ട ആളായാലും ഏത് സമുദായത്തിൽപ്പെട്ട ആളായാലും എല്ലാവരും സമാധാനത്തോടുകൂടി സുഖമായി തങ്ങൾ ചെയ്യുന്ന ജോലി സന്തോഷത്തോടുകൂടി ചെയ്തുകൊണ്ട് ഇത് എന്റെ രാജ്യമാണെന്ന തോന്നലോടുകൂടി ഇവിടെ ഓരോ വ്യക്തിയും ജീവിക്കണമെന്ന് കോൺഗ്രസ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. And I chose Kerala because you are a very, very good example of this philosophy. ഞാൻ എന്തുകൊണ്ട് കേരളം തെരഞ്ഞെടുത്തു എന്നത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ എല്ലാ ജനങ്ങളും സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും കൂടി ജീവിക്കുന്നതിന്റെ സമാധാനമായി ജീവിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കേരളം. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്. Your history of tolerance, your history of understanding different cultures, your history of being connected to the rest of the world, not with a inferiority, but with an openness, not with fear, but with confidence. പ്രത്യേകിച്ചും എന്നെ ആകർഷിച്ച ഘടകം കേരളത്തിന്റെ ചരിത്രം, കേരളത്തിന്റെ സഹിഷ്ണുതയുടെ ചരിത്രം, മറ്റുള്ള സംസ്കാരങ്ങളെ മനസ്സിലാക്കുന്നതിന്റെ ചരിത്രം, ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളോട് അപകർഷതാ ബോധത്തോടെയല്ല മറിച്ച് ആത്മവിശ്വാസത്തോടുകൂടി കൈമാറ്റം നടത്തിയ ഒരു ചരിത്രം, അതുമെമ്പാടുമുള്ള ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിന്റെ ആ ചരിത്രവും പാരമ്പര്യവുമാണ് കേരളത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എന്നെ ഏറ്റവും ആകർഷിച്ച ഘടകങ്ങൾ. So if you listen to the Prime Minister or you listen to the RSS ideologues, they will always talk about the outside world as superior to India. നിങ്ങളിപ്പോൾ RSSും BJPയും സംസാരിക്കുന്നത് കേട്ടാൽ അവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യക്ക് പുറത്തുള്ള ലോകം, വിദേശ രാജ്യങ്ങളെ എപ്പോഴും ഇന്ത്യയിൽ നിന്ന് മുകളിൽ കാണുന്ന ഒരു ആശയധാര. ഞാൻ അവരോട് പറഞ്ഞു ഈ രാജ്യത്തെ ജനങ്ങളോട്, ഭാരതത്തിലെ ജനങ്ങൾക്ക് എനിക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകണം. No confusion, clear message. ഒരു ആശയക്കുഴപ്പവുമില്ല, പക്ഷേ വളരെ കൃത്യമായ വ്യക്തമായ ഒരു സന്ദേശം. And the message is that if Narendra Modi can give lakhs of crores of rupees to 15 of the richest people in India, the Congress party can do the same for the poorest people in India. ആ സന്ദേശം ഞാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാൻ ആവശ്യമായ വ്യക്തമായ സന്ദേശം എന്താണെന്ന് അറിയാമോ? നരേന്ദ്രമോദിക്ക് തന്റെ അതിസമ്പന്നരായ 15 സുഹൃത്തുക്കൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാജ്യത്തെ ദരിദ്രരായ ജനങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ സാധിക്കുമെന്ന കൃത്യമായ സന്ദേശമാണ് ഞാൻ നൽകാൻ ആഗ്രഹിച്ചത്. So I asked the think tank very simple question. കോൺഗ്രസ് പാർട്ടിയിലെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തോട് അവരോട് വളരെ ലളിതമായ ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. I said Mr. Narendra Modi promised a number 15 lakh rupees in every bank account. ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തത് ഒരു കൃത്യമായ ഒരു സംഖ്യയാണ് 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിൽ. It was a lie. അത് ഒരു നുണയായിരുന്നു. It is impossible to give 15 lakh rupees to every Indian person. എല്ലാ ഇന്ത്യക്കാർക്കും 15 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറയുന്നത് അത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ He knows it, I know it, the rest of the country knows it. അദ്ദേഹത്തിന് അതറിയാം, എനിക്കറിയാം, ഈ രാജ്യത്തിന് മുഴുവനും അറിയാം. എന്നിട്ടും അദ്ദേഹം വാഗ്ദാനം ചെയ്തു 15 ലക്ഷം രൂപ. Because if we give 15 lakh to everybody,
the Indian economy will be destroyed. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം 15 ലക്ഷം രൂപ ഈ രാജ്യത്തെ ഓരോ വ്യക്തിക്കും കൊടുത്താൽ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ അപ്പാടെ തകർന്ന് തരിപ്പണമാവും. So I told them, I want you to give me a number. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ സാമ്പത്തിക വിദഗ്ധരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കൃത്യമായ ഒരു സംഖ്യ തരണം. It doesn't matter how big it is or how small it is. I want a number. I don't want a theory. I don't want a book. I want a number. അത് എത്ര വലിയ സംഖ്യയാണെങ്കിലും ചെറിയ സംഖ്യയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് വലിയ സിദ്ധാന്തങ്ങൾ കേൾക്കണ്ട, എനിക്ക് വലിയ പുസ്തകങ്ങളെ കുറിച്ച് പറയേണ്ട എന്നോട്. പക്ഷേ എനിക്ക് വ്യക്തമായും കൃത്യമായും ഒരു സംഖ്യ വേണം. ഇതാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ സാമ്പത്തിക വിദഗ്ധരോട് പറഞ്ഞത്. And they asked me, what is the number you want? അവരെന്നോട് ചോദിച്ചു, താങ്കൾക്ക് വേണ്ട സംഖ്യ എന്താണ്? I said, the number I want is if we were to decide that the government of India would give the 20% poorest people of this country money every month, how much money can we give without destroying the economy? എനിക്ക് വേണ്ടത് ഇതായിരുന്നു, ഈ രാജ്യത്തെ 20% വരുന്ന ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാതെ ഭാരതത്തിലെ ഗവൺമെന്റിന് എത്ര രൂപ ഓരോ മാസവും കൃത്യമായി നൽകാൻ സാധിക്കും. ഈ ഒരു സംഖ്യയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. I want to carry out a surgical strike on poverty. എനിക്ക് ഈ രാജ്യത്തെ ദാരിദ്ര്യത്തിന് മേൽ ഒരു മിന്നലാക്രമണം നടത്തേണ്ടിയിരുന്നു. What is the number? എന്താണ് ആ സംഖ്യ? അത് നടത്താൻ എന്നെ സഹായിക്കുന്ന സംഖ്യ ഏതാണ്? How much money can we put into 5 crore bank accounts? 5 കോടി ബാങ്ക് അക്കൗണ്ടുകളിൽ എത്ര